ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പൂർവം രാമതപോവനാഭിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാദ്യാപണകുംഭകർണഹനനം ഏതദ്ധി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെച്ച വിഷയം. രാമായണത്തിൽ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലായി ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം. എങ്കിലും ആദ്യമായി ഈ വാക്ക് പറയുന്നത് രാമൻ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ വളരെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പൊതുവെ ശത്രുക്കൾ ഒരാളെ പുകഴ്ത്താറില്ല. ഒരാളുടെ ശത്രു മറ്റൊരാളെ പുകഴ്ത്തും. അയാളുടെ മേന്മയൊക്കെ പറഞ്ഞ് അയാളെക്കാട്ടിലും ശ്രേഷ്ഠമാണ് ഞാൻ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി തന്റെ എതിരായിട്ടുള്ള ഒരാളെ പുകഴ്ത്താറുണ്ട്. അയാള് ചെയ്തത് നല്ലതാണ്, അയാൾ പറഞ്ഞത് നല്ലതാണ്, അയാൾ ആരാന്നറിയോ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയിട്ട് അവസാനം കൊണ്ടുവരും. എന്തു ചെയ്യും? അയാൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അയാളെക്കാളും എത്രയോ കേമനാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ ശത്രുക്കളെ പുകഴ്ത്താറുണ്ട്. മറ്റു ചിലര് പുകഴ്ത്തും. എങ്ങനെ പുകഴ്ത്തും? ഒരാളുടെ ഗുണഗണങ്ങളെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കും. അയാളെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വർണ്ണിച്ച് കേൾക്കുമ്പോ നമ്മൾ തോന്നിപ്പോവും ഇയാൾ എന്തൊരു ആദരവും ബഹുമാനവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പറഞ്ഞു കൊണ്ടുവന്ന് അവസാനം അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ അയാളിൽ നിന്നുണ്ടാവും. അങ്ങനെ അയാളെ പുകഴ്ത്തി അയാളെ അങ്ങോട്ട് പൊന്തിച്ചു വെക്കും. ഇങ്ങനെ രണ്ടു തരത്തിലും പുകഴ്ത്തുന്നതായിട്ട് ലോകത്തിൽ സർവ്വസാധാരണമാണ്. എന്നാൽ മാരീചൻ ഇത് രണ്ടുമല്ല. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് യാഗരക്ഷയ്ക്കായി
തയ്യാറെടുത്ത സമയത്ത് മാരീചനും സുബാഹുവും കൂടി യജ്ഞം മുടക്കികളായി പ്രവർത്തിച്ച സമയത്ത് രാമന്റെ ശരിയായ കാഴ്ച, രാമൻ ആരാണെന്ന് വ്യക്തമായി മാരീചൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും രാമന് എതിരിടാൻ മാരീചൻ തയ്യാറാവില്ല. അത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് മാരീചൻ കഴിയുന്നത് ഇപ്പോൾ. അങ്ങനെയുള്ള മാരീചനാണ് ആദ്യമായിട്ട് പറയുന്നത് രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ്. അപ്പൊ ശത്രുവിനെ കൊണ്ട് പോലും നല്ലത് പറയിപ്പിക്കുന്ന മഹത്വം ആർക്കുണ്ട്? രാമനുണ്ട്. വളരെ ശ്രദ്ധേയമാണ്. ശത്രുക്കൾ പോലും പുകഴ്ത്തുന്നു. എന്തുകൊണ്ട്? അതാണ് ധർമ്മത്തിന്റെ ശ്രേഷ്ഠത. ഈ ധർമ്മം എന്നുള്ള പദം തന്നെ വേദത്തിൽ വളരെ അധികം പറയപ്പെട്ടതാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ധർമ്മത്തെക്കുറിച്ച് പറയാതെ ഒരു ശാസ്ത്രങ്ങളുമില്ല. അത് ശ്രുതിയായാലും സ്മൃതിയായാലും അതിൽ ധർമ്മമുണ്ട്. ചില സ്മൃതിയിൽ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ശ്രുതിയിൽ ധർമ്മം എന്നുള്ളതല്ല, അതിനും ഉപരി ധർമ്മത്തെ കൂടി പരിത്യജിച്ച് അതിലുപരി എത്തണം എന്ന് നമ്മെ ഉപദേശിക്കും. ശ്രുതിയും സ്മൃതിയുമായി പിരിഞ്ഞിരിക്കുന്ന സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ എവിടെ നോക്കിയാലും ധർമ്മത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ തന്നെയാണ്. ധർമ്മം അനുഷ്ഠിക്കുന്നവരുടെ ഗുണവും അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ നാശവും ആണ് കാണുന്നത്. അവതാരോദ്ദേശം തന്നെ ധർമ്മ സംസ്ഥാപനമാണെന്ന് പല ഗുരു പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, അധർമ്മം വർദ്ധിക്കുന്നുവോ, അതാത് സമയത്ത് ഭഗവാൻ ആവിർഭവിക്കുമെന്ന്. അപ്പോ അവിടെ തന്നെ വ്യക്തമാണ് ധർമ്മ സംസ്ഥാപനമാണ് അവതാരോദ്ദേശം എന്ന്. ഇനി ജന്മലക്ഷ്യം എന്നുള്ളത് സനാതന ധർമ്മിയെ സംബന്ധിച്ച് തർക്കമില്ലാത്ത വിഷയമാണ്, മോക്ഷമാണെന്ന്. സനാതന ധർമ്മിയെ സംബന്ധിച്ച് എന്ന് പറയുന്ന സമയത്ത് സനാതന ധർമ്മത്തെ അറിഞ്ഞ് അനുഷ്ഠിക്കുന്ന അവരെ സംബന്ധിച്ച് മാത്രമാണ് മോക്ഷം ലക്ഷ്യമായിട്ടുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ച് സനാതന ധർമ്മി എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ മറ്റെന്തൊക്കെയോ ആണ് ലക്ഷ്യമാക്കി കരുതി വെച്ചിരിക്കുന്നത്. ചിലപ്പോ വൈകുണ്ഠമോ, ചിലപ്പോ കൈലാസമോ, അഥവാ സ്വർഗഗമനമോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സനാതന ധർമ്മത്തെക്കുറിച്ച് അവബോധമുള്ളവർ ലക്ഷ്യമായി കണക്കാക്കുന്നത് മറ്റൊന്നുമല്ല, മോക്ഷമാണ്. ഈ മോക്ഷം എന്നുള്ള പദം തന്നെ എന്താണെന്ന് അറിയാത്തവരാണ് അതിലും ബഹുഭൂരിപക്ഷം പേര്. സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും, കിട്ടിയതാണെങ്കിൽ പോവുകയും ചെയ്യും. കാരണം കിട്ടിയതൊക്കെ നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. ലോകത്ത് എന്തെല്ലാം ലഭിച്ചുവോ അതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നഷ്ടപ്പെടുന്നതാണ് മോക്ഷമെങ്കിൽ അതും ഒരു വസ്തു ആവാനേ തരമുള്ളൂ. ഏതൊരു വസ്തു ലഭിച്ചുവോ ആ ലഭിച്ചത് യാതൊരു സംശയവുമില്ല നഷ്ടപ്പെടുക തന്നെ ചെയ്യും. നഷ്ടപ്പെടുന്നതാണ് എങ്കിൽ മോക്ഷം എന്ന് പേരിട്ട് വിളിച്ചാലും അത് ശാസ്ത്രം ആചാര്യന്മാർ പറഞ്ഞ മോക്ഷമല്ല. കാരണം മോക്ഷം എന്നുള്ളത് ഒരിക്കലും നഷ്ടപ്പെടുന്ന വസ്തുവല്ല. അതുകൊണ്ട് തന്നെ ലഭിക്കേണ്ടതുമല്ല, ലഭിച്ചതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും.
പിന്നെ എന്താണ് മോക്ഷം? അതിൽ ശാസ്ത്രത്തിനും ആചാര്യന്മാർക്കും തർക്കമില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ്, അഥവാ നിരതിശയ സുഖപ്രാപ്തി. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, മാനമുണ്ടെങ്കിൽ അപമാനമുണ്ട്, നിന്ദയുണ്ടെങ്കിൽ സ്തുതിയുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്. ഈ സർവ്വ ദ്വന്ദ്വങ്ങൾക്കും ഉപരി, രണ്ടെന്ന ഭാവങ്ങൾക്കും ഉപരി സുഖവും ദുഃഖവുമല്ല, മാനവും അപമാനവുമല്ല, ആനന്ദം മാത്രമായിരിക്കുന്ന ആ അവസ്ഥയ്ക്ക്, ആ അവസ്ഥയിലേക്ക് നയിക്കുന്ന ആ മാർഗത്തിന് പറയുന്ന പേരാണ് ധർമ്മം എന്നുള്ളത്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേര് മോക്ഷം. അതിലേക്ക് നയിക്കുന്ന മാർഗം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, അതാണ് ഏത്? ധർമ്മം. പറഞ്ഞുകൊണ്ടുവന്നത് ലക്ഷ്യം മോക്ഷമാണെങ്കിൽ എങ്ങനെ ഉള്ള ലക്ഷ്യം? ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷമാണ് ലക്ഷ്യമെങ്കിൽ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമ്മൾ ധരിച്ചു വെച്ച മോക്ഷമല്ല, മരിച്ചു പോയിട്ട് കിട്ടേണ്ടതല്ല, ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നത്, കുറെ കാലങ്ങൾക്ക് ശേഷം വന്നു ചേരുന്നതല്ല, എന്തെങ്കിലും ചെയ്ത് സാധിച്ചെടുക്കേണ്ടതല്ല, പണം കൊടുത്താൽ കിട്ടുന്നതല്ല, പുണ്യം കൊണ്ടും നേടാൻ കഴിയുന്നതല്ല. അങ്ങനെയുള്ളതായ മോക്ഷം എന്നുള്ളത് യാതൊരു ദുഃഖവുമില്ലാത്ത, ദുഃഖലേശം പോലും ഇല്ലാത്ത സുഖപ്രാപ്തിയാണ് എന്ന് പറയുമ്പോ, അഥവാ ആനന്ദം എന്ന് പറയുമ്പോ, ആ ആനന്ദത്തിലേക്ക് നമുക്ക് എത്തണമോ? എത്തണമെങ്കിൽ അതിന് മാർഗം ധർമ്മമാണ് എന്ന് സർവ ശാസ്ത്രങ്ങളും സംശയത്തിനിട നൽകാത്ത വിധത്തിൽ നമ്മെ പറഞ്ഞു മനസ്സിലാക്കിച്ചു തരുന്നുണ്ട്. ഇത്രയും പറയാൻ കാരണം ധർമ്മത്തിന്റെ മേന്മയെ, മഹിമയെ പറയാനാണ്. അതുകൊണ്ട് ധർമ്മം എന്നുള്ളത് ഗൗരവത്തോടു കൂടി നാം കാണണം, ലാഘവത്തോടു കൂടി കണ്ടാൽ പോരാ. ഇന്ന് സാധാരണ ജനങ്ങളെല്ലാം ധർമ്മം എന്നുള്ള വിഷയത്തിൽ ആ ഗൗരവം കാണുന്നില്ല, കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ രാമായണം വായിക്കേണ്ടി വരുന്നത്. എല്ലാ കൊല്ലവും രാമായണം കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യപ്പെടുന്നു. വളരെ നല്ലതാണത്. അങ്ങനെ ക്രമികമായി നമ്മൾ ഉയരുന്നു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ആ രാമായണം വായിച്ചത് കൊണ്ട് നമുക്ക് വല്ല ഗുണവും ഉണ്ടെന്ന് വരികയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, നമ്മൾ ധർമാചരണത്തിൽ മുറുകെ പിടിക്കുന്നവരാവണം. വീട്ടിലായാലും നാട്ടിലായാലും വ്യക്തിപരമായിട്ടും എല്ലാ മേഖലയിലും പരമാവധി ധർമ്മം ചരാ, ധർമ്മത്തിൽ ചരിക്കാൻ, അധർമ്മം ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാത്ത, അതായത് മറ്റുള്ളവരെ അധർമ്മം പ്രവർത്തിക്കുന്ന സമയത്ത് അത് പാടില്ല എന്ന് പറയാനല്ല, സ്വന്തം ധർമ്മത്തിൽ വസിക്കാൻ, ധർമ്മത്തെ ആചരിക്കാൻ, ധർമ്മത്തെ പ്രസംഗിക്കാനല്ല, അതെല്ലാവർക്കും പറ്റും. ധർമ്മം ആചരിക്കാൻ. ആ ധർമ്മത്തിൽ തന്നെ രണ്ട് കൈവഴികളുണ്ട്. ഒന്ന് മുഖ്യവും മറ്റൊന്ന് ഗൗണവും എന്ന് ആചാര്യന്മാർ അതിനെ പറയും. മുഖ്യധർമ്മമെന്നും ഗൗണധർമ്മമെന്നും ധർമ്മം തന്നെ രണ്ടായി തിരിയുന്നുണ്ട്. ഒരു സമയത്ത് ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട ധർമ്മം മറ്റൊരു സമയത്ത് മറ്റൊരു വ്യക്തിക്ക് അത് ചിലപ്പോൾ അധർമ്മമാകാം, അഥവാ അത് മുഖ്യധർമ്മമാകില്ല. ഇത് വേർതിരിച്ച് മനസ്സിലാക്കിക്കുകയാണ് ശാസ്ത്രങ്ങളുടെ മൊത്തം ഉദ്ദേശം. ആചാര്യന്മാരും ഇതിനു വേണ്ടിയാണ്.
അല്ലാതെ ധർമ്മമെന്ത് അധർമ്മമെന്തെന്ന് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരുവാനല്ല ആചാര്യന്മാരും ശാസ്ത്രവും പ്രവൃത്തമായിരിക്കുന്നത്. എന്തുകൊണ്ട്? ധർമ്മവും അധർമ്മവും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും നമുക്ക് തന്നെ അറിയും. അല്ലാതെ ആരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. കാരണം ഇന്നത് ധർമ്മമാണെന്നും ഇന്നത് അധർമ്മമാണെന്നും അങ്ങനെ പേരിട്ട് നിശ്ചയിക്കാൻ സാധിക്കുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ബ്രഹ്മചര്യാശ്രമത്തിൽ, ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ഒരു 4 ഘട്ടങ്ങളാക്കി നമ്മുടെ ആചാര്യന്മാര് തിരിച്ചിട്ടുണ്ട്. 4 ഘട്ടങ്ങളാക്കി, 4 പീരീഡുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാഥമിക തലമാണ് ബ്രഹ്മചര്യാശ്രമം എന്നുള്ളത്. അവിടെ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ അത് വേറെ ആർക്കോ ഉള്ളതാണ്, വല്ല ആശ്രമജീവികൾക്കും ഉള്ളതാണ്, സന്യാസാശ്രമത്തിൽ കഴിയുന്നവർക്ക് മാത്രമുള്ളതാണെന്നൊക്കെ ചിലർ ധരിച്ചിരിക്കുന്നുണ്ട്. അത് ശരിയല്ല. നമ്മളെല്ലാവരും ആശ്രമത്തെ പരിപാലിക്കുന്നവരാണ്, ആശ്രമ ജീവിതം നയിക്കുന്നവരാണ് സനാതന ധർമ്മികളെല്ലാവരും. എവിടെ ആശ്രമം ഉള്ളതെന്ന് ചോദിച്ചാൽ അതെവിടേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നതിന് പകരം നമ്മുടെ വീടൊക്കെ ആശ്രമമാവണം. സനാതന ധർമ്മയുടെ വീട് ആശ്രമമാണ്. ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥി എന്നേ അവിടെ അർത്ഥം കൊടുക്കുന്നുള്ളൂ. വിദ്യാഭ്യാസം ചെയ്യാനുള്ള കാലയളവാണ് ബ്രഹ്മചര്യാശ്രമം. ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്നുള്ള പദത്തിന് അവിടെ വേദം എന്നാണ് അർത്ഥം. അപ്പൊ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക എന്നാണ് അർത്ഥം വരിക. വേദം എന്ന് പറഞ്ഞാൽ വിദ്യ എന്നുള്ളതിനും വേദം എന്നുള്ളതിനും ധാതു ഒന്നാണ്. വിദ് ധാതുവിൽ നിന്നാണ് വിദ്യ എന്നുള്ള പദവും വേദം എന്നുള്ള പദവും നിഷ്പന്നമാകുന്നത്. അതിന്റെ അർത്ഥം അറിവ് എന്നാണ്. അപ്പൊ അറിവ് സമ്പാദിക്കാനുള്ള ആ ഘട്ടത്തെ പറയുന്ന പേരാണ് ഏത്? ബ്രഹ്മചര്യാശ്രമം എന്നാവുമ്പോൾ നമ്മളെല്ലാവരും ആദ്യഘട്ടം ഏതാണ്? ബ്രഹ്മചര്യാശ്രമമാണ് എന്ന് മനസ്സിലാക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ ആദ്യഘട്ടം ഏതാണ്? ബ്രഹ്മചര്യാശ്രമമാണ്. കാരണം വിദ്യാർത്ഥിയാണ്. അവിടെ മുഖ്യധർമ്മം എന്തെന്ന് ചോദിച്ചാൽ പഠിക്കുക 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 എന്ന് മാത്രമാണ് മുഖ്യം. ഗൗണം എന്തെന്ന് ചോദിച്ചാൽ, മുഖ്യമല്ലാത്തത് എന്തെന്ന് ചോദിച്ചാൽ അത് വീട്ടിലെ അമ്മയെ സഹായിക്കലും പാത്രം കഴുകലും അടിച്ചുവാരലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊക്കെ ഗൗണധർമ്മമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മുഖ്യധർമ്മം എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ മുഖ്യധർമ്മത്തെ ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. ഗൗണധർമ്മത്തെ ചിലപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിവെക്കേണ്ടി വരും. അതെ, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാതെ മാറ്റിവെക്കാതെ ഇരിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്? മുഖ്യധർമ്മം പഠിക്കുക എന്നുള്ള വിഷയമാണ്. ഉറങ്ങുക എന്നുള്ളതല്ല, ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. അതിലൊക്കെയാണോ ആ വിദ്യാർത്ഥി മുഖ്യത കൊടുക്കുന്നത് എങ്കിൽ എന്തായി തീരും? വിദ്യാഭ്യാസം എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത് ഗൗണമായി മാറും. അത് ഗുണകരമല്ല. പറഞ്ഞു മനസ്സിലായല്ലോ?
മുഖ്യത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആഹാര വിഹാരാദികളാണ് അയാൾ മുഖ്യമായി കാണുന്നത്, പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അയാൾക്ക് വിദ്യ കുറയും. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ജീർണവസ്ത്രം, അല്പാഹാരം, ജീർണവസ്ത്രം, പിന്നെയോ ശ്വാനനിദ്ര, ഭഗദ്ധ്യാനം എന്നൊക്കെ വിശേഷണങ്ങൾ കൊടുക്കുന്നത്. എന്തിനാണ് ഈ വിശേഷണങ്ങൾ കൊടുത്തത്? അയാൾക്ക് വസ്ത്രം മോടി പിടിപ്പിച്ച് ഇസ്തിരിയിട്ട് ചുളിവ് മാറാതെ കൊണ്ടു നടക്കാനൊന്നും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മുഖ്യത അയാൾ കൊടുക്കുന്നില്ല. വേണ്ടെന്ന് പറഞ്ഞില്ല, വൃത്തിയും കെട്ട് നടക്കണമെന്നല്ല പറഞ്ഞു, അതിന്റെ താല്പര്യം അതാണ്. പക്ഷെ ചിലപ്പോ അങ്ങനെ വേണ്ടി വരും. അതിലത്രയൊക്കെ അയാൾക്ക് ഒരു മുഖ്യത കൊടുക്കാൻ കഴിയും. കാരണം അയാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? പഠിക്കുക എന്നുള്ള വിഷയത്തിൽ. അഥവാ കണ്ണാടിയുടെ മുന്നിൽ കൂടുതൽ സമയം ചെലവാക്കുന്ന കുട്ടിക്ക് വിദ്യ ഉണ്ടാവില്ല. ഒന്ന് പൗഡർ ഇടാൻ മറന്നാലും ശരി, അല്ലെങ്കിൽ തല ചെയ്യാൻ മറന്നാലും ശരി, അയാൾക്ക് എന്ത് വേണം? പഠിക്കുക എന്നുള്ള വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളാരോ അയാളാണ് വിദ്യാർത്ഥി. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അഥവാ ഉറങ്ങിയിട്ട് സമയം വൈകിപ്പോയി, ഇന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല, അയാൾ വിദ്യാർത്ഥിയല്ല. വേദം പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ പകൽ ഉറങ്ങരുത്, രാത്രി ഉറക്കമൊഴിക്കരുത്, അധികം ഉറങ്ങരുത്, അധികം ഉറക്കമൊഴിക്കരുത്, അധികം ഭക്ഷണം കഴിക്കരുത്, എന്നാൽ ആവശ്യത്തിന് കഴിക്കണം, തണുത്ത ആഹാരം കഴിക്കരുത്. ഇങ്ങനെ പല നിയമങ്ങളും വേദം പഠിക്കാൻ അനുയോജ്യമായ ഒരു കാലാവസ്ഥ നേടിയെടുക്കേണ്ട ഘട്ടത്തിൽ അനിവാര്യമാണ്. അതെ. അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത്, ബ്രഹ്മചാരിയെ സംബന്ധിച്ച്, വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്നുള്ളത് മുഖ്യധർമ്മമാകുമ്പോൾ മറ്റ് ആഹാരം, നിദ്ര തുടങ്ങിയവ അയാളെ സംബന്ധിച്ച് ഗൗണമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടുവന്നത്. ഇത് വേർതിരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞാൽ അയാൾ ഉത്തമനായ വിദ്യാർത്ഥിയാണ്. അയാൾ വിദ്യാർത്ഥി എന്നുള്ള, വിദ്യാഭ്യാസം എന്നുള്ള ആ ധർമ്മത്തിൽ ഉറച്ചു വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ലക്ഷ്യത്തിലേക്ക് അയാൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല. അയാൾക്ക് വിദ്യാപുഷ്പാഞ്ജലി, വിദ്യാമുട്ട് അറക്കേണ്ടി വരില്ല. കാരണം അയാൾ വിദ്യാമുട്ട് അറുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അറിവുണ്ടാവും. പറഞ്ഞു മനസ്സിലായല്ലോ. എന്നിട്ട് അയാൾ പോയിട്ട് ഒരു വിദ്യാപുഷ്പാഞ്ജലി കൂടി കഴിച്ചാൽ വളരെ ജയമായി. കാരണം എന്റെ കഴിവുകൊണ്ടല്ല, ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എന്നുള്ള ആ ഹെഡ് വെയിറ്റ് കൂടി ഇല്ലാതായിട്ട്, അതായത് എന്റെ കഴിവുകൊണ്ടാണ് എന്നുള്ള ഹെഡ് വെയിറ്റ് കൂടി ഇല്ലാതായി തീർത്തും അയാളുടെ തലകുനിയും വിനയം എന്നുള്ള ഒരു ബോണസ് കൂടി ആ വിദ്യാർത്ഥിക്ക് കരഗതമാവുകയും ചെയ്യും. കാരണം ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. വിദ്യ ഉണ്ടെങ്കിൽ അവിടെ വിനയം എന്നുള്ള ഗുണം പിരിയാതെ ഒപ്പം ഉണ്ടാവും. അപ്പൊ വിനയ സമ്പന്നനാവണമെങ്കിൽ, വിദ്യ കൊണ്ട് വിദ്യയും വിനയവും ഒത്തിണങ്ങി ആ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ, ആ സമ്പത്ത് ഉണ്ടായാലോ വിത്തം എന്തിനും അത്യന് വിദ്യ കൈവശമാകുകിൽ വ്യയേ ഹൃദയ വർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. ആ വിദ്യയാവുന്ന ധനം അതാണ് മഹത്തായത് എന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ മുഖ്യധർമ്മത്തെ വേർതിരിച്ച് മനസ്സിലാക്കിക്കാനാണ് സർവശാസ്ത്രങ്ങളും ആചാര്യന്മാരും പ്രവൃത്തമായിരിക്കുന്നത്. അല്ലാതെ ധർമ്മം എന്ത് അധർമ്മം എന്തെന്ന വിഷയത്തിലല്ല. കാരണം ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ പറയുന്നുണ്ട്. ഇത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അതുകൊണ്ട് ജനിച്ചു വന്ന ഉടനെ തന്നെ നമുക്കൊക്കെ എന്തുണ്ട്? ധർമ്മവും അധർമ്മവും എന്തെന്നുണ്ട്, അറിവുണ്ട്. പക്ഷെ ആ അറിവ് പ്രയോഗതലത്തിൽ വരുത്താൻ തടസ്സമായിരിക്കുന്നത് മറ്റു പലതുമാണ്. മുഖ്യമേത് ഗൗണമേതെന്ന് വേർതിരിച്ചറിയുന്നിടത്താണ്. ഈ വേർതിരിച്ച് മനസ്സിലാക്കിച്ചു തരികയാണ് ശാസ്ത്രത്തിന്റെ പണി.
ഒരാള് രാമായണം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഭഗവത്ഗീത പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഒരു മനുഷ്യന്റെ കുട്ടി ജനിച്ചു വരുന്ന സമയത്ത് തന്നെ ക്രമേണ അവന് ധർമ്മബോധം ലഭിക്കുന്നുണ്ട് അഥവാ ഉണ്ട്. ഇതരുത് എന്ന് അവന് ബോധമുണ്ട്. അത് കാട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന്മാരായാലും അവർക്ക് നഗ്നത മറക്കണമെന്നും ഒക്കെ ഉള്ള ബോധം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എനിക്കിതൊന്നും ബാധകമല്ല എന്ന് വിചാരിച്ച് തോന്നിയോണം നടക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിടും? വല്ല കുതിരട്ടത്തോ അല്ലേ, അല്ല ഭ്രാന്താശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. എന്തുകൊണ്ട്? അയാളെ ഒരു മനുഷ്യനായിട്ട് കണക്കൂട്ടാറില്ല, അഥവാ അയാൾക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ശരിയായ ഒരു മനുഷ്യനായിട്ട് അയാളെ പറയാറില്ല. അതുകൊണ്ട് ഇന്നതൊക്കെയാണ് ധർമ്മം, ഇന്നതൊക്കെയാണ് അധർമ്മം എന്നുള്ളത് ശാസ്ത്രം പറയാതെ തന്നെ, പുസ്തകം പറയാതെ തന്നെ ഒരു ധർമ്മബോധം എങ്ങനെയൊക്കെയോ ജന്മസഹജമായി തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇത് ചെയ്താൽ തെറ്റാണ്, ഇത് ചെയ്താൽ ശരിയാണ് എന്നുള്ളത്. എന്നാൽ ചില ശരിയും തെറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യായീകരിക്കാറുണ്ട്. ഇപ്പൊ ശരിയുള്ളത് ചിലപ്പോ പിന്നൊരു സമയത്ത് തെറ്റാവും. ഒരാള് നിത്യവും അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. അമ്പലത്തിൽ പോയി ദിവസവും യഥാവിധി പ്രദക്ഷിണവും പൂജയും ഒക്കെ ചെയ്ത് വഴിപാടുകളൊക്കെ കഴിച്ച് നാമജപമായി അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അയാള് ചെയ്യുന്ന ആ പ്രവൃത്തി വളരെ നല്ലതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അയാൾ ബ്രഹ്മചര്യത്തിൽ നിന്ന്, ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് ക്രമേണ ഉയർന്ന് ഗാർഹസ്ഥ്യാശ്രമത്തിലേക്ക് പ്രവേശിച്ച് വിവാഹം കഴിച്ച് അങ്ങനെ ഗാർഹസ്ഥ്യാശ്രമം കഴിഞ്ഞ് തന്റെ മൂത്ത കുട്ടിക്ക് അധികാരങ്ങളുടെ താക്കോൽ കൈമാറി വാനപ്രസ്ഥാശ്രമത്തിലേക്ക് എത്തിയ സമയത്താണ് അയാൾ മുഖ്യമായി ക്ഷേത്ര ദർശനവും അതേപോലെ ആചരണങ്ങളും കൂടുതൽ ചിട്ടപ്പെടുത്തി കഴിയുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ച് അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, അത് മുഖ്യധർമ്മമാണ്. ഇത് നിത്യവും കാണുന്ന ഒരാള് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് കഴിഞ്ഞ് ഗാർഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു, വിവാഹം കഴിച്ചു. മക്കൾ ഒന്നും ആയിട്ടില്ല, 2 മക്കളുണ്ട്. അവരെ തിരിഞ്ഞു നോക്കാറില്ല, അഥവാ തിരിഞ്ഞു നോക്കാറുള്ളൂ, നേരെ നോക്കാറില്ല. മറ്റയാൾ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, വഴിപാട് കഴിക്കുന്നുണ്ട്, അധികം അമ്പലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അത് ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് ഞാനും അവിടെ തന്നെ പോയി ഇരിക്കട്ടെ എന്ന് ഇയാൾ വിചാരിച്ചാൽ എന്താവും? അത് ധർമ്മാവോ? ഒരേ പ്രവൃത്തി തന്നെ 2 വ്യക്തികളും ഒരേപോലെ ചെയ്താൽ അത് ശരിയല്ല. അതിന്റെ അർത്ഥം അയാൾ അമ്പലത്തിൽ പോവേണ്ടെന്നല്ല, അയാൾ അമ്പലത്തിൽ പോകണം. അതിലേറെ അയാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനാണ്? അയാൾ അഗ്നിസാക്ഷിയായി ഏറ്റെടുത്ത ആ യജ്ഞത്തിനാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് ചെയ്യാതെയാണോ അയാൾ അമ്പലത്തിൽ പോയത് എങ്കിൽ അത് ഗുണമാണോ ദോഷമാണോ? പറഞ്ഞു മനസ്സിലായില്ലേ? ഗാർഹസ്ഥ്യാശ്രമം കഴിഞ്ഞതിന് ശേഷം ഒരാൾ എപ്പോ നോക്കിയാലും അമ്പലത്തിൽ തന്നെയാണ്, നന്നായി. അല്ല, മുഴുവൻ സമയം രാമായണം വായിച്ചിരിക്കാവുന്ന സന്തോഷമാണ് ആ കാര്യം. ഭക്ഷണത്തിന് മാത്രം അവിടെ എണീറ്റാ മതി വേണമെങ്കിൽ, നല്ലതാണ്. പക്ഷേ അത് കണ്ട് മറ്റയാള് ചെയ്താൽ അത് മുഖ്യധർമ്മമാണോ? അതിന്റെ അർത്ഥം അത് ചെയ്യരുതെന്നല്ല, പിന്നെന്താണ്?
അത് ഗൗണമാണ്, അത് മുഖ്യമല്ല. തെറ്റെന്ന് പറയാ, അധർമ്മം എന്ന് പറയാറ് മുഖ്യമല്ല. മുഖ്യമുള്ളത് ചെയ്തിട്ട് വേണം ഗൗണമുള്ളത് ചെയ്യാൻ. പറഞ്ഞു മനസ്സിലായല്ലോ? ഇതേപോലെ ഈ മുഖ്യധർമ്മവും ഗൗണധർമ്മവും വേർതിരിക്കുന്നിടത്താണ് മനുഷ്യർക്ക് തെറ്റുപറ്റുന്നത്. മനുഷ്യർക്കേ തെറ്റുപറ്റൂ, മൃഗങ്ങൾക്ക് തെറ്റുപറ്റില്ല. ആർക്കെ തെറ്റുപറ്റൂ? മനുഷ്യന്മാർക്ക് തെറ്റുപറ്റൂ അല്ലേ? മൃഗങ്ങൾക്ക് തെറ്റുപറ്റൂ. എന്തുകൊണ്ട്? മൃഗങ്ങൾക്ക് തെറ്റ് ശരിയില്ല, അവര് ചെയ്യണ തന്നെ ശരി. ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണെന്ന് ആർക്കാണ് അറിയുന്നത്? ബോധമുള്ളത് മനുഷ്യനാണ്. അതുകൊണ്ട് അതിന് വിപരീതമായി ചെയ്യുമ്പോൾ അതിന്റെ പേരാണെന്ത്? അല്ലേ? ഇത് അറിഞ്ഞത് ചെയ്യരുത്. ചിലര് പറയാറുണ്ട്, വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാം ജയ ശ്രീ മഹാദേവ ശംഭോ എന്ന്. തെറ്റാണ്. അറിഞ്ഞും അറിയാതെ ചെയ്യരുത്, ചെയ്യണം എന്നത് അറിഞ്ഞിട്ട് ചെയ്യുന്ന, ചെയ്യണം എന്നറിഞ്ഞ് ചെയ്തതും ചെയ്യരുതെന്നറിഞ്ഞിട്ട് ചെയ്തതുമായ തെറ്റുകൾ രണ്ടും ക്ഷമിക്കണമെന്നാണ് അവിടെ അപേക്ഷിക്കുന്നത്. ചെയ്യരുതെന്ന് അറിഞ്ഞിട്ട് ചെയ്തതല്ല വാസ്തവത്തിൽ. എന്താണ്? ചെയ്യരുതെന്ന് അറിഞ്ഞിട്ടല്ല, പിന്നെന്താ ഉള്ളത്? ഇത് ചെയ്യണം എന്നാണ്, ഇത് വിദിതമാണ്. മറ്റെന്താ ചൊല്ലിയത്? വിഹിതം അവിഹിതം വാ. ഞാൻ അറിഞ്ഞും അറിയാതെ വിഹിതമാണ് അവിഹിതമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങളൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന കർമ്മങ്ങള്. അറിഞ്ഞിട്ടാണോ ചെയ്യണത്? അത് അറിയാതെയാണോ ചെയ്യണത്? അവിഹിതമായ കർമ്മങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ ചെയ്യണത്? അരുതാത്ത കർമ്മങ്ങൾ, ഇത് ചെയ്യരുത് എന്ന് വിധിക്കപ്പെട്ട കർമ്മങ്ങള് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ചെയ്യുന്നത്? എന്താ അഭിപ്രായം? അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടോ? അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടോ? അറിയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലേ? വ്യക്തമല്ല. അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്യുമോ? ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടല്ലേ ചെയ്തത്, അപ്പോഴോ അത് അറിവിന് വിഷയമായില്ലേ? അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ തെറ്റി അത് ശരിയല്ലേ? നാളെ ഒരാള് പറയാണ്, അയാളുടെ വീട്ടില് ഒരു മുത്തപ്പനെ കുടിയേറ്റിരിക്കുക, മുത്തപ്പൻ കാവ്. അപ്പൊ ഇയാളോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്? അതിൽ ഒരു തറ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാൾ പറഞ്ഞു തന്നു, ഇവിടെ ഉത്തമത്തിലാണ്. വേറൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാളൊന്നും ഇവിടെ അധമത്തിലാണ്, അല്ല മധ്യമത്തിലാണ്. ഞാൻ അധമമുണ്ടോ എന്ന് ചോദിച്ചു. അയാളൊന്ന് തിരിച്ചു, ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഈ മധ്യമത്തിൽ ചെയ്യുന്ന സ്ഥലങ്ങളില് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതില് ഈ കോഴി വെച്ചിട്ടുള്ള പൂജയ്ക്ക് ഇത്ര രൂപ എന്നുള്ളതുണ്ട്, മദ്യം വെച്ചുള്ള പൂജയ്ക്ക് ഇത്ര രൂപ എന്നുണ്ട്. ഒക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ല, നല്ല വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഉത്തമത്തിലാണ്. നമ്മൾ ചോദിച്ചു, ആരത് ചെയ്യാറ്? അത് ഞാൻ തന്നെയാണ്. ഏത്? രണ്ട് സ്ഥലത്ത് ഇയാളെന്നെ ചെയ്യാം. അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് ഉത്തമമാണ് എന്ന് അയാൾ വിചാരിച്ചു. നല്ലത് ഏതായിക്കോട്ടെ, അത് മാംസം വെച്ചുള്ള പൂജയായിക്കോട്ടെ, മദ്യം വെച്ചുള്ള പൂജയായിക്കോട്ടെ, അയാളെ ദൃഷ്ടിയിൽ അത് ഉത്തമമാണ് എന്ന് വിചാരിക്കുക. നല്ലതല്ലേ അത്? അയാൾക്ക് മറ്റൊന്നും അറിയില്ല. ഇത് തന്നെയാണ് ശ്രേഷ്ഠം എന്നാണ് വിചാരിച്ചിരിക്കുക. ദൈവം മദ്യവും കുടിക്കും, ദൈവം മാംസവും കഴിക്കും എന്ന് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. വേറൊന്നും അയാൾക്ക് അറിയില്ല, അയാളത് കേട്ടിട്ടില്ല, അറിയില്ല. അയാളെ സംബന്ധിച്ചത് ഉത്തമല്ലേ? അല്ലേ? ആണ്. പക്ഷെ ഇയാൾ പറഞ്ഞതെന്താ? ഇവിടെ ഉത്തമമാണ്, ഇപ്പുറത്ത് മധ്യമമാണെന്ന്. അപ്പൊ അയാൾക്ക് തന്നെ അറിയില്ലേ ഇത് ഉത്തമമല്ലെന്ന്?
ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് ഉത്തമമല്ലെന്ന് അറിഞ്ഞാൽ അത് ചെയ്യാൻ പാടുണ്ടോ? അയാള് വേറൊരാൾക്ക് ചെയ്യാം, അയാളെ സംബന്ധിച്ച് ഉത്തമമാണ്, അതുകൊണ്ട് അയാൾക്ക് ചെയ്യാം. അതുകൊണ്ട് ചെയ്യരുത് എന്ന് അറിഞ്ഞാൽ പിന്നെ ആ ചെയ്യുന്നത് ചെയ്യാൻ പാടുണ്ടോ? അറിയാതെയാണോ തെറ്റ് ചെയ്യുന്നത്, അറിഞ്ഞിട്ടാണോ തെറ്റ് ചെയ്യുന്നത്? ചോദ്യം. ഇത് മാത്രം പഠിച്ചാൽ മതി, ഇന്ന് നമ്മൾ ഒത്തുകൂടിയതിന് ഗുണമാവും. തിരുത്തണേ, നമ്മളതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അറിഞ്ഞിട്ടാണോ തെറ്റ് ചെയ്യുന്നത്, അറിയാതെയാണോ തെറ്റ് ചെയ്യുന്നത്? വിദിതമവിദിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, ചെയ്യരുതെന്നറിയാം, എന്നിട്ടും ചെയ്തു പോകുന്നു. ആരാലോ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട്. അവിദിതമാണെന്ന് അറിയാം, ഇത് ചെയ്യരുതാത്തതാണെന്ന് അറിയാം, എന്നിട്ടും ചെയ്തു പോയത് ക്ഷമിക്കണേ എന്നാ പറയുന്നത്. ചെയ്യരുതാത്തത് എന്നല്ല, പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞു, തെറ്റല്ലേ? തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തു, അത് മഹാഭാവമാണ്. 12 വയസ്സ് വരെയുള്ള കുട്ടികള് ചെയ്യുന്ന തെറ്റ് തെറ്റല്ല എന്ന് മഹാഭാരതത്തിൽ എവിടെയോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. എവിടെയോ ഓർമ്മയില്ല. കാരണം അവർക്ക് തെറ്റ് ശരിയില്ല, നിഷ്കളങ്കമാണ് അവര്. എന്നാ പല അമ്മമാരും ആ കുട്ടികളെയാണ് പിടിച്ചു കൊണ്ടുവന്ന് വളച്ചു പിടിച്ച് നമസ്കരിപ്പിക്കുക. അവർ നമസ്കരിക്കാറില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അവർക്ക് എന്തിനാ നമസ്കരിക്കുന്നത്? അവരുടെ ഉള്ളിൽ എന്ത് കാപട്യമാണുള്ളത്? ഒന്നുമില്ലല്ലോ. കുട്ടികളൊപ്പം മനസ്സിന് ശുദ്ധത, നിസ്സംഗ ബുദ്ധിയും വന്നുവെങ്കിൽ ആ കുട്ടികളെ പോലെ വിവരമില്ലാത്ത സമയത്ത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കത വിവരം ഉണ്ടായതിനു ശേഷം ഉണ്ടായി എങ്കിൽ അതിനല്ലേ നമ്മളൊക്കെ പ്രയത്നിക്കുന്നത്, അല്ലേ? ഒന്ന് വിവരമില്ലാത്തിടത്തുണ്ടായ നിഷ്കളങ്കത, ശരി, അത് നല്ലത് തന്നെ. അതേ നന്മ, അതേ ആ കളങ്കമില്ലായ്മ, ആ പരിപാവനത, പരിശുദ്ധി അറിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാവാൻ വേണ്ടിയല്ലേ നമ്മൾ അതിനൊക്കെ പരിശ്രമിക്കുന്നത്? ഉള്ള സർവ്വ നമസ്കാരങ്ങളൊക്കെ അതിനല്ലേ, അല്ലേ? തല കുനിയേണ്ടത് അതിനല്ലേ? അപ്പൊ ആ നിഷ്കളങ്കരായ കൊച്ചുകുട്ടികളെയാണോ നമസ്കരിപ്പിക്കേണ്ടത്? അത് നമസ്കരിക്കുന്നത് തെറ്റെന്ന് പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അവരെ നമസ്കരിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പിന്നെന്താ വേണ്ടത്? അമ്മ നമസ്കരിക്കുന്നത് കണ്ട് കുട്ടി ആചരിക്കുന്നത് നല്ലതല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ശ്രേഷ്ഠൻ എന്ത് ആചരിക്കുന്നവോ അതാണ് ഇതര ജനങ്ങൾ അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നാവണമെന്ന് ഏതെങ്കിലും അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടതെന്താ? അവരോട് പോയി നമസ്കരിക്കൂ, അല്ലെങ്കിൽ അവരോട് ഇന്നത് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുന്നതിന് പകരം ഇതിനെന്ത് വേണം? എന്താ വേണ്ടത്? സ്വയം ആചരിച്ചിട്ട് അവര് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഉറപ്പാണ് ഇന്ന് മടിച്ചു നിൽക്കുന്ന കുട്ടി നാളെ ചെയ്യും. പറഞ്ഞു മനസ്സിലായില്ല? ഇതാണ് ധർമാചരണം. കുട്ടികളെ പോയി നാമം ജപിച്ചോളൂ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ നാമം ജപിക്കുണ്ടാവും പേടിച്ചിട്ട്. അതല്ല, സ്വയം നാമം ജപിക്കുന്നത് കാണുന്ന ആ ഒരു സംസ്കാരം വീട്ടിലുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? കുട്ടി കാലക്രമേണയെങ്കിലും ആ ആചരണങ്ങള് സ്വായത്തമാക്കും, അവൻ നന്നാവും. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്.
അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് ഉപദേശിക്കുന്നതിലേറെ നല്ലത് എന്താണ് വേണ്ടത്? സ്വയം ആചരിച്ച് അവർക്ക് മാതൃകയാവുക. ആ ഒരു വിഷയമാണ് ധർമാചരണത്തിൽ, മുഖ്യധർമ്മത്തിൽ ഗൗണധർമ്മവും വേർതിരിക്കുന്നതിൽ നമ്മെ ഏറ്റവും സ്വാധീനിക്കുന്ന വസ്തുത. മുഖ്യധർമ്മവും ഗൗണധർമ്മവും ആചരിക്കുന്നതിൽ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വസ്തുത ഏതെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, എന്താണ്? ആചരണമാണ്. ആരുടെ? പൂർവികരുടെ. അതുകൊണ്ട് തന്നെ രാമായണം എന്നുള്ളത് ഉപദേശങ്ങളെക്കാൾ അധികം പ്രാധാന്യം ഉള്ളത് ഏതിനാണ്? ആചരണത്തിനാണ്. ഇപ്പോ രാമായണത്തിലെ കഥാപാത്രങ്ങൾ ശരിയാണോ? പറഞ്ഞ വാക്ക് ശരിയാണോ? രാമായണത്തിലെ കഥാപാത്രങ്ങൾ ശരിയാണോ വാക്ക്? രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചിന്തിച്ചാൽ ഈ വാക്യം ശരിയാവില്ല. രാമായണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? എന്താ? ഇവിടെ തുടക്കത്തിലൊരു വാക്യം പറഞ്ഞത് സംവാദം എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരാൾ മാത്രം പറയലല്ലോ. പറഞ്ഞു മനസ്സിലായില്ല? അതുകൊണ്ട് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്താവും? കേൾക്കണില്ല, അങ്ങനെ കേൾക്കുന്നില്ല. അതെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? രാമന്റെ ജീവിതം, രാമന്റെ ഗതി എന്നൊക്കെ അർത്ഥമുണ്ട്. ശരി, വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? രാമായണം എന്താ, എങ്ങനെയാ പറയാ? ഇരുട്ട് മാറണോ? അല്ല, ഏതാ ഇരുട്ട്? ഇരുട്ട് എന്നുള്ളത് ഏതാ? രാമൻ. പിന്നെ അപ്പൊ രാ എന്ന് കഴിഞ്ഞാൽ മായണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷില് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നല്ലേ? അപ്പൻ എന്ന് പറഞ്ഞാലോ നാഥൻ, ഈശ്വരൻ എന്നാണ് അല്ലേ? അപ്പൊ ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ശരിയാവോ? ശരിയാവും? അത് പറ്റില്ല. സരസ്വതി ഇഷ്ടപ്പെടില്ല. രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അജ്ഞാനം എന്ന അർത്ഥമുണ്ടെങ്കിൽ മായണം എന്നുള്ളത് അതിനോട് ചേർക്കാൻ പറ്റില്ല. അത് സരസ്വതിക്ക് ഇഷ്ടപ്പെടില്ല. ഭാഷയ്ക്ക് ചില നിയമങ്ങളുണ്ട്. പറഞ്ഞു മനസ്സിലായില്ല? വേറെ ഒന്ന്, അക്കാലത്ത് ഒട്ടും മലയാളം ഇല്ല തന്നെ. ഇതേപോലെ ഒരു വിട്ടിത്തരമുണ്ട്. ആ മരം ഈ മരം എന്നോതി പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ പറഞ്ഞു? ആ മരം ഈ മരം എന്ന് പറഞ്ഞോ? മരം, ആ മരം ഈ മരം എന്ന് പറഞ്ഞാൽ മലയാളമല്ലേ? അപ്പൊ മലയാളം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? രാമായണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. രാമായണത്തിൽ പറഞ്ഞത് രാമ എന്നുള്ളത് തിരിച്ചുപദേശിച്ചു എന്നാണ്. രാമ എന്നുള്ളത് തിരിച്ചുപദേശിച്ചാൽ മര എന്നേ വരൂ. മര 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 അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാമനാവും. അത് വൃത്താകൃതിയിൽ എഴുതിയാലും രാമനാവും. പറഞ്ഞില്ല? മര 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 എന്ന് വൃത്താകൃതി എഴുതി നോക്കൂ. അതിന് ഏതാണ് ആദ്യം ഏതാണ് അന്തെന്ന് മനസ്സിലാവില്ല. അവസാനം അത് രാമനെയും മര എന്നുള്ളതും വേർതിരിക്കാൻ കഴിയില്ല. അതൊന്ന് പറഞ്ഞു നോക്കൂ.
രാമ 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 എന്ന് പറഞ്ഞു നോക്കൂ, അപ്പോഴും അത് രാമനാവും. ഉപായം കൂടാതെ ഉപായത്തെ പ്രാപിക്കാൻ അറിയില്ലെന്നറിയുന്ന ഋഷിമാര് ആണ് ഉപദേശിച്ചത്. അതുകൊണ്ട് അവർ വെറുതെ ഒന്നും പറയില്ല, വെറും വാക്കുകൾ അവർ പറയില്ല. അങ്ങനെ അവര് എന്ത് ചെയ്തു? രാമ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ഹാലളകുന്ന ആളായിരുന്നു ആര്? രത്നാകരൻ അല്ലേ? അപ്പൊ അയാളോട് അത് പറഞ്ഞു കൊടുത്താലെങ്കിലും അയാൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അത് അക്കാലത്തല്ല, ഇക്കാലത്തും ഉണ്ട് അങ്ങനെയുള്ളവര്. നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ടാവും. നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ അത് അത്രേ താല്പര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് അവര് പോലും നന്മയിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു അനുഗ്രഹ ബുദ്ധിയുള്ള ആചാര്യന്മാര് എന്ത് പറയും? പല ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു നാമത്തിന്റെ ആവർത്തനം ഇപ്പോ നാരായണ 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 എന്നോ നമഃശിവായ നമഃശിവായ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഇതെന്തൊരു നമഃശിവായ എന്നുള്ള വിരസത വരാതിരിക്കാൻ അവരുപദേശിച്ചു. അങ്ങനെയാണെങ്കിൽ അനേകം പേരുകളുടെ ചേർച്ചയുള്ള ശിവസഹസ്രനാമം ചൊല്ലിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോ അയാൾക്കതൊരു ഉപായമായി. ആദ്യമുണ്ടായ ആ വിരസത ഇപ്പോ അയാൾക്കില്ല. അത് ചൊല്ലുമ്പോഴും എന്ത് സഹസ്രനാമം എന്നും ചോദിക്കുന്ന ഒരാളോട് ആചാര്യന്മാര് പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണെങ്കിൽ കൂട്ടായിട്ട് ഇരുന്നിട്ട് ഭജനയൊക്കെ ചൊല്ലി താളമേള ലയത്തോടുകൂടി ഒന്ന് കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ചൊല്ലിക്കോളൂ കേട്ടോ. ക്രമേണ അയാൾ എന്തായി? മറ്റതും ചൊല്ലാനുള്ള ഒരു പരുവത്തിലാവും. ഇങ്ങനെ നാമം ചൊല്ലുക, നാമം ജപിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിക്ക്, താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉപായങ്ങളെ വരെ ആചാര്യന്മാർ ഉപദേശിച്ചു. അതിന്റെ ഭാഗമായിരുന്നു ഏത്? രാമ എന്നുള്ളത് തിരിച്ചുപദേശിച്ചത്. അപ്പൊ രാമായണം എന്നുള്ള വാക്കിന്റെ അർത്ഥം രാമസ്യ അയനം എന്ന് തന്നെ എടുക്കണം. എന്താണ് രാമസ്യ അയനം? രാമായണം. രാമസ്യ, രാമന്റെ, അയനം. അയനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം. അപ്പൊ രാമന്റെ ജീവിതം എന്തിന് നാം പഠിക്കണം? അങ്ങനെ എത്ര ആളുകള് ജീവിച്ചു, മരിച്ചു, പോയി. എന്തിന് നമ്മൾ രാമായണം, രാമന്റെ ജീവിതം നമ്മൾ എടുക്കണം? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത്, എന്തിനെ, എങ്ങനെ എന്നുള്ളത് ചിന്തിക്കണം എന്നുള്ളത് ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോഴും അവശ്യം വേണ്ടതാണ്. എങ്കിൽ ഈ ഒരു പുസ്തകം നമ്മൾ കയ്യിലെടുക്കുമ്പോഴും രാമന്റെ ജീവചരിത്രം, അതുകൊണ്ടാണ് പറഞ്ഞത് അത് കഥാപാത്രങ്ങളല്ല. രാമായണം എന്നുള്ളത് ഇതിഹാസമാണ് എന്ന് നമ്മൾ പറയും. ആണോ? ഏതാ നമ്മുടെ ഇതിഹാസങ്ങള്? എന്താ ഇതിഹാസം എന്ന് പറഞ്ഞാല് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ശില ഏതാണ്? സംശയമില്ല, നമുക്കൊക്കെ അറിയും ഏത്? വേദം എന്നാണെന്ന്. വേദം എന്ന് പറഞ്ഞാൽ അത് അറിവ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ അറിവ് രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിൽ മന്ത്രപ്രധാനമായ വേദത്തെ, അറിവിനെ ഋഗ്വേദമെന്നും ഗദ്യപ്രധാനമായവയെ യജുർവേദമെന്നും പദ്യപ്രധാനമായതിനെ സാമവേദമെന്നും 3 വേദലക്ഷണത്തോടുകൂടി അവതരിപ്പിച്ചു നമ്മുടെ ആചാര്യന്മാർ. ഒരേ ഒരു അറിവിനെ, പരമമായ അറിവ് രണ്ടുണ്ടാവാൻ വഴിയില്ല. അറിവ് രണ്ടുണ്ടെങ്കിൽ ഒന്ന് അറിവുകേടായിരിക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? ഏറ്റവും ഉപരിയുള്ള അറിവ്, അടിസ്ഥാനമായ അറിവ് രണ്ടുണ്ടാവാൻ വഴിയില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. എങ്കിൽ ആ അടിസ്ഥാനമായിരിക്കുന്ന അറിവ്
രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിൽ ഏത് ലക്ഷണത്തോട് കൂടിയത് മൂന്നാണ്. ഋഗ്ലക്ഷണം, സാമലക്ഷണം, യജുലക്ഷണം. ഋഗ് യജു സാമലക്ഷണത്തോട് കൂടിയവയാണ് 6. അതുകൊണ്ട് തന്നെ ത്രയീ വേദം എന്നതിനെ പറയാറുണ്ട്. അപ്പൊ ചോദ്യം വരാം, 4 വേദം എന്ന്. അഥർവവേദം എന്നുള്ളതും ഉണ്ട്, പക്ഷെ അത് ലക്ഷണം പറയാറില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? വേദലക്ഷണങ്ങൾ പറയുമ്പോൾ അഥർവവേദത്തെ പെടുത്താറില്ല. വേദലക്ഷണം 3 ഉള്ളൂ. അത് ഋഗ്ലക്ഷണം, യജുലക്ഷണം, സാമലക്ഷണം 3. മന്ത്രപ്രധാനം, ഗദ്യപ്രധാനം, പദ്യപ്രധാനം, ഇതാണ് വേദലക്ഷണം. അങ്ങനെയുള്ള വേദത്തെ പഠിക്കണമെങ്കിൽ അവിടെ ഭക്തി മാത്രം പോരാ, വിഭക്തിയും അനിവാര്യമാണ്. വിഭക്തി സംസ്കൃതം. കാരണം സംസ്കൃതത്തിലാണ് ഇവയൊക്കെ എഴുതപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് വളരെ ഭക്തിപൂർവം ഋഗ്വേദം കയ്യിലെടുത്താൽ തന്നെ നമുക്ക് അതിന്റെ അതിന്റെ ആന്തരികമായ ഭാവം നമുക്ക് മനസ്സിലാവാൻ വളരെ പ്രയാസമുണ്ട്. സംസ്കൃതം ഇല്ലെങ്കിൽ കഴിയില്ലാതെ. പറഞ്ഞു മനസ്സിലായില്ലേ? കാരണം സംസ്കൃത ഭാഷയിലാണ് അത് രേഖപ്പെടുത്തിയതെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ ഞാനത് അധികാരിയല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി, വേദത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി വേദത്തെ വികസിപ്പിച്ച അഖില ജഗത്തിനും ഗുരുവായ വ്യാസൻ, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, നമ്മോടുള്ള അനുഗ്രഹബുദ്ധി ഒന്നുകൊണ്ട് മാത്രം ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്, ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ലതുപോലെ ഉപബൃംഹണം ചെയ്താലും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, വിസ്തരിക്കും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ജീവചരിത്ര പ്രധാനങ്ങളായ ഇതിഹാസങ്ങളെയും കഥകളുടെയും ആഖ്യായികളുടെയും സഹായത്തോടുകൂടി വിസ്തരിക്കുന്ന പുരാണങ്ങളെയും രചിച്ചു. പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നു. വേദം രചിച്ച ആളല്ല വ്യാസൻ, വേദം വികസിപ്പിച്ച ആളാണ് വ്യാസൻ. വേദം ആരും രചിച്ചതല്ല, അപൗരുഷേയമാണ്, ആരും എഴുതിയതല്ല. എന്നാൽ ആ വേദത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിഹാസ പുരാണങ്ങളെ വ്യാസൻ രചിച്ചു. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളുടെ ജീവചരിത്ര പ്രധാനമായ ഗ്രന്ഥങ്ങളെ പറയുന്ന പേരാണ് ഇതിഹാസം എന്ന്. ഒന്നുകൂടി പറയുന്നു, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളുടെ ജീവചരിത്രം ആണ് ഏത് ഇതിഹാസങ്ങളൊക്കെ. അതിൽ കഥകളും ആഖ്യായികളും ഉണ്ടാകാം, പക്ഷെ അതിൽ പ്രാധാന്യം അറിയിക്കുന്നത് അവരുടെ ജീവിതമാണ്. അവർ ഉപദേശിച്ചത് അവരുടെ ജീവിതം കൊണ്ടാണ് ഉപദേശം, പ്രസംഗം കൊണ്ടല്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഇതിഹാസങ്ങളിൽ വാൽമീകി രാമായണവും മഹാഭാരതവുമാണ് 2 ഇതിഹാസങ്ങൾ എന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ അറിഞ്ഞേ പറ്റൂ. പറഞ്ഞു മനസ്സിലായല്ലോ? വാൽമീകി രാമായണവും ആദികാവ്യമായ വാൽമീകി രാമായണവും മഹാഭാരതവുമാണ് ഏത് 2 ഇതിഹാസങ്ങൾ. 1,25,000-ഓളം ശ്ലോകങ്ങളുള്ള മഹത്വം ബൃഹത്തുമായ മഹാഭാരതം, അതായത് ഹരിവംശം അടക്കം 1,25,000 ശ്ലോകങ്ങൾ.
അങ്ങനെയുള്ള മഹാഭാരതവും 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണവും 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളുമുള്ള ഏത് വാൽമീകി രാമായണവും 2 ഇതിഹാസങ്ങളാണ്. ഇത് ജീവചരിത്ര പ്രധാനമാണ്. അതിലുള്ള രാമനും ലക്ഷ്മണനും ഭരതനും ഒന്നും കഥാപാത്രങ്ങളല്ല. അവരെന്താണ്? ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ്. എന്താ? രാമൻ കഥാപാത്രമല്ല, പിന്നെന്താ? രാമൻ ജീവിച്ചിരുന്നതാണ്. ജീവിച്ചിരുന്ന രാമന്റെ ജീവചരിത്രമാണ്. പറഞ്ഞു മനസ്സിലായല്ല? അങ്ങനെയുള്ള ജീവചരിത്ര പ്രധാനമായ കഥകളില്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അതില് അല്പസ്വല്പമൊക്കെ കഥകളുണ്ട്. പക്ഷെ കൂടുതൽ ഏതാണ്? ജീവചരിത്രത്തിനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് രാമായണം എന്ന് പറയുമ്പോ അവിടെ ഏതിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? രാമന്റെ ജീവചരിത്രത്തിനാണ്. പറഞ്ഞു മനസ്സിലായി? എങ്കിൽ അത് കഥാപാത്രമല്ല. അങ്ങനെയുള്ള ജീവചരിത്ര പ്രധാനമായ രാമായണം വാൽമീകി രാമായണവുമാണ്. അധ്യാത്മ രാമായണം പുരാണമാണ്. അധ്യാത്മ രാമായണം പുരാണമാണ്. അധ്യാത്മ രാമായണത്തിൽ രാമൻ ഈശ്വരനാണ്. വാൽമീകി രാമായണത്തിൽ വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ്. ഉത്തമനായ ഒരു മനുഷ്യന്റെ ജീവചരിത്രമാണ് ഏത്? വാൽമീകി രാമായണം. ആ 24,000 ശ്ലോകങ്ങളെ 6 തിരിച്ച് 4,000 ചുരുക്കിയതാണ് ഏത്? അധ്യാത്മ രാമായണം. ആ അധ്യാത്മ രാമായണം പുരാണമാണ്. അതിൽ കഥകളും ആഖ്യായികളും ഉണ്ട്. അതിനെ തിരിച്ച് മനസ്സിലാക്കിയിട്ട് അതിലെ സത്യം മാത്രം നമ്മൾ എടുക്കണം എന്നുള്ളതായിരുന്നു വ്യാസന്റെ ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബദ്ധയേത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് ഈ അറിവിനെ നല്ലതുപോലെ വിസ്തരിച്ചാലും എന്നുപദേശിച്ചത്. അല്ലാതെ കഥകൾ പറയാൻ വേണ്ടിയിട്ടല്ല രാമായണം പറഞ്ഞത്. കഥകളെ നീക്കി അതിലത്തെ തത്വം സ്വീകരിക്കണം എന്നായിരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? ഇങ്ങനെ അല്ലെങ്കിൽ വിവേചി അല്പസുതാത് വേദോ അയം മാം പ്രഹരിഷ്യതി, അല്ലെങ്കിൽ എന്തുണ്ടാവുന്നു? ഇവൻ വേദത്തെ നിന്ദിക്കുകയാണല്ലോ എന്ന് വേദം ഭയപ്പെടുന്നു.